ഹായ് ഓൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കേക്ക് വ്ളോഗാണെന്നുള്ളത് ഞാൻ പറയണില്ല, കാരണം നമുക്കിന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻവിറ്റേഷൻ വന്ന ഒരു ഗസ്റ്റായിട്ട് പോയി അവിടെ വെച്ചിട്ടൊരു ചെറിയൊരു ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം കൊടുക്കാനായിട്ട് 2 കേക്ക് ഓർഡേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഒരു 2 kgയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2 kgയിൽ നട്ടി ബബിളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മീറ്റപ്പിൻ്റെ തന്നെയാണ്, പക്ഷേ നമ്മൾ ഈ ഒരു പോണ മീറ്റപ്പിൻ്റെതല്ല, വേറൊരു മീറ്റപ്പിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റ് കളറിലായിട്ട് കേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഗ്രീൻ കളറിലാണ് അവർക്ക് എഴുതാനുള്ള മാറ്റർ കൊടുക്കാനുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രീൻ കളറിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് 10 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത് കേക്കാണ് കേട്ടോ. നട്ടി ബബിളാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. സിമ്പിൾ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതണ പോലെ മലയാളത്തിലായിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പൈപ്പിംഗ് ബാഗിലാണെന്നെങ്കിൽ എഴുതാനും അതുപോലെ ബ്രഷ് വെച്ച് എഴുതാനൊക്കെ കേട്ടോ. ഫസ്റ്റ് നമ്മളെപ്പോഴും മലയാളത്തിൽ വല്ല മാറ്റർ എഴുതാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരോട് ഇത് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്, ഈ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയെടുക്കണം. പെന്ന് വെച്ച് എഴുതുന്ന പോലെയല്ല. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ കേക്ക് വന്നിട്ടുള്ളത് 8 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് 4 ലെയേഴ്സ് കൊടുത്തിട്ട് ആ ഒരു കേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബീഡ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ ആ ടൈമിനനുസരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. 9:30 ഏകദേശം 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൃത്താലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോം ബേക്കേഴ്സിൻ്റെ മീറ്റപ്പാണ്. ട്രീറ്റ് കേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അവർക്കൊരു കേക്ക് ഷോപ്പ് ഉണ്ട്. കേക്കിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും, പിന്നെ അതുപോലെ സൈഫു എന്ന് പറഞ്ഞിട്ടുള്ള സൈഫുന്നീസ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ് കേട്ടോ. അവർ കേക്ക് ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് കേക്ക് ഷോപ്പും ഉണ്ട്. കേക്കിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും ഇവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊരു ഇവരെ കസ്റ്റമേഴ്സിന് എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു മീറ്റപ്പാണ് വെച്ചിട്ടുള്ളത്. അത് പല ഏരിയയിൽ നിന്നുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഹോം ബേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവരും തമ്മിലൊന്ന് കാണുക. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ റീ ഓപ്പണിങ്ങും കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗസ്റ്റായിട്ട് വിളിച്ചു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ബേക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് കൊടുക്കാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ക്ലാസ് കൂടി അതിൽ. അപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. എത്രയും ബുദ്ധിമുട്ടി വരണമല്ല, അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ക്ലാസ് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെഡിങ് കേക്കിൻ്റെ ചെറിയൊരു സെക്ഷനാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മൾക്ക് പരിചയമുള്ളവരും ഉണ്ട്, പിന്നെ അതുപോലെ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ട്, പിന്നെ അതേപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് വന്നവരുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, യൂസ്ഫുൾ ആവണുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ബേക്കേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ബേക്കേഴ്സിന് ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അവർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആവണുണ്ടെന്ന് കേട്ടത് തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടി ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതിന് ശേഷം കുറേ ഫോട്ടോ കാര്യങ്ങളെടുത്ത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ദൂരം നിന്ന് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എന്തായി മാറുന്ന അതിന് കാരണമായിട്ട് എന്തെങ്കിലും ചെറിയൊരു മൊമെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു മൊമെൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ പുതിയൊരു എന്താ പറയുക ടേണിംഗ് പോയിന്റിൽ വരെ എത്തിച്ചേരുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഹോം ബേക്കറായിട്ട് ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും. നോർമൽ ഒരാൾ ഒരിക്കലും ഒരു ബേക്കറായിട്ട് മാറണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അവർക്കൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റോറിയിൽ നിന്നായിരിക്കും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ മീൻസ് എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം നമ്മളൊരു എന്താ പറയുക ഇങ്ങനെയുള്ള ഇതിലൊക്കെ എത്തിച്ചേർന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയുള്ള ഇൻസിഡൻസിൽ നിന്നൊക്കെ ആയിരിക്കാം എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഹസ്ബൻഡുമാരെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് അങ്ങനെ ഇപ്പോൾ ടൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഡമ്മിയിലായിട്ടും അതുപോലെ മുകളിൽ 2 കേക്കുമായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കേക്കും ടിൻ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഓരോ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ആ ഒരു ഡൗട്ട്സൊക്കെ ചോദിച്ച് അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏത് കേക്കാണെങ്കിലും ടോപ്പിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എഡ്ജ് റഫായിട്ട് കിട്ടും. ഇതിലൂടെ ഒരു 4 ഇഞ്ചിൽ അത് 8 ഇഞ്ചിൽ ഡമ്മി ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് 6 ഇഞ്ച് ഫ്രണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ചിൽ ഐസ് കാണാം. സോഷ്യൽ മീഡിയ വഴി സാറിന് നന്നായിട്ട് അറിയുണ്ടാവും. ഒരു പോലീസുകാരൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ള പോലീസുകാരെ വലിയൊരു കൊമ്പമീശ, ഒരു കുംഭവയറ്, ഒരു കണ്ണൂരിട്ടിട്ടുള്ള ഒരു പോലീസുകാരൻ. അതിന് വിപരീതമായിട്ടുള്ള ജനങ്ങളുമായി അടുത്ത വഴി കൂടെ പോകുമ്പോൾ വീട്ടിൽ കയറി ഉമ്മാനെ കണ്ട് വിവരങ്ങൾ അറിയൊക്കെ ചെയ്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അത് കൂടുതൽ ഇനിയൊന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അമീൻ സാറിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചോക്ലേറ്റ് ഡ്രീംസ് എന്നുള്ള ഒരു അസോസിയേഷൻ വളരെ ഭംഗിയായിക്കൊണ്ട് അത് മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒരു അവിഭാജ്യ ഘടകം. അവരുടെ പല ഫങ്ഷൻസും തിരൂരും പുത്തക്കാനും കോട്ടക്കലും വളാഞ്ചേരിയും ഒക്കെ ഉള്ള ഫങ്ഷനിൽ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. സംഘാടന മികവ് കൊണ്ട് ഒരു അസോസിയേഷൻ എത്ര ഉഷാറായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹം. പിന്നെ ഫിറോസാദാനെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു. മുന്നേ അറിയുന്ന ആൾക്കാരുണ്ടാവും, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സ്ത്രീ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞു കൂടേണ്ട ഒരാളല്ല എന്നുള്ളതിന് അവരൊക്കെ മുന്നോട്ട് നിന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും വളരെ സുപരിചിതയാണ് അവരെ സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി അപ്പോൾ ഇതാണ് കേട്ടോ അവരെ കേക്ക് ഷോപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരുവിധം സംഭവങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട്. ഞാൻ ഹാമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് ഐറ്റംസ്, പിന്നെ കേക്കിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ,
എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ഏരിയയിലുള്ളവർ തൃത്താല ഭാഗത്ത് അതുപോലെ തിരൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്